ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മൾ മലർവാടീൻ്റെ ഒരു പരിപാടി ആയിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ നോമ്പിന് മുമ്പ് എടുത്ത് വെച്ചാണ് ഗൈസ്. ഇപ്പോഴാണ് നമുക്ക് ഇടാൻ സമയം കിട്ടിയത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ മലർവാടീൻ്റെ പ്രകൃതിൻ്റെ പച്ചപ്പ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ടാണ് കേട്ടോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ആകെ ഞാനും റാഹിലും ജെന്നൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗൈസ്, വലിയ ക്ലാസ്സുകാരിൽ. ഗൈസ്, ചെറിയ ക്ലാസ്സുകാരിൽ കുറേ പേര് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഞാനും റാഹിലും ഇത് അങ്ങനെ ബാഗിൽ സംസാരിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിന്ന് കടവത്ത് അവിടെ അടുത്തുള്ള ചെക്ക് ഡാമിലേക്കാണ് കേട്ടോ നമ്മൾ പോകാൻ പോണത്. കുറേ കാർഡ്ബോർഡിൽ ഇങ്ങനെ ആർട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ കുറേ ചെടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. പ്രകൃതിയായിട്ട് ഇടപഴകാനും പിന്നെ ചെടീനെ കുറച്ച് അറിയാനൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഇന്ന് അവിടെ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാനും റാഹിലും ഇതാ ബാക്കിലുണ്ട് കേട്ടോ ഗൈസ്. ഇന്ന് മുർഷി ടീച്ചറും ഫസീല ടീച്ചറും എൻ്റെ ഉമ്മയും വന്നിട്ടുണ്ട് ഗൈസ്. ഇന്ന് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ ഈ ചെടീനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് കേട്ടോ ഗൈസ് നമ്മൾ പോണത്. ചെടീൻ്റെ പ്രാധാന്യം കാര്യങ്ങളൊക്കെ ഇന്ന് ഗൈസ് കോമ്പറ്റീഷനൊക്കെ വെക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പായിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഏത് ചെടി ഇങ്ങനെ ഒരു ചെടി പിടിച്ചിട്ട് ഇത് ഏതാന്ന് പറയണവർ ജയിക്കും കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നും നടക്കാനില്ല, കുറച്ചുണ്ട്. ഫീൽഡ് ട്രിപ്പാണ് ഗൈസ് നമ്മളിവിടെ പോകാൻ പോണത്. ഇതാ ഗൈസ് അവിടുത്തെ റെയിൽവേ ആണ് ഗൈസ്. നമ്മൾ അങ്ങോട്ടൊന്നും പോണില്ല, ഇത് കണ്ടപ്പോൾ ഒന്ന് എടുത്തു എന്ന് മാത്രം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ പ്രകൃതിൻ്റെ ഭംഗിയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാടുപോലേക്കുള്ള ചെക്ക് ഡാമിക്കുള്ള വഴി കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ വഴി കണ്ടില്ല, എന്തായാലും രസം. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ആ സമയത്ത്. ഇതാ ഞാനും റാഹിലും ബാക്കിലും എല്ലാം നടന്നു വരിയിരുന്നു കേട്ടോ ഗൈസ് സംസാരിച്ചിട്ട്. ഗൈസ്, ഇത് നമ്മൾ 5 മണിക്കാണ് തുടങ്ങിയത്. കാരണം 4:45 ഇവിടെ എല്ലാവരുടെ അടുത്ത് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേരൊക്കെ 4:45 എത്തി, കുറച്ച് പേര് ഒരു 5 മണിയാകുമ്പോഴേക്കും എത്തി. അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങി കേട്ടോ ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ ചെക്ക് ഡാമിൽ കാലൊക്കെ ഇട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അവിടെ കണ്ടോ ഒരു ടവർ പോലെ. ഗൈസ്, നമ്മൾ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്കാണ് കേട്ടോ പോയത് ഗൈസ്. ഞാനോ റാഹിലൊക്കെ 5 സ്റ്റാർ അയച്ചിട്ട് എസ്കേപ്പ് ചെയ്തു ഗൈസ്. അതൊക്കെ ഗൈസ് നമ്മൾ പലതരം ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ചെടികൾ, ഇലകൾ. എന്നിട്ട് ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന ചെടി ഏതാണ്, ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ചിൽഡ്രൻസിന് നോളേജും കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും പ്ലക്കാർഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇങ്ങനെ മലർവാടി എന്നൊക്കെ എഴുതിയത്. ഞാനും റാഹിലോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനത്തെ ഒരു ടവർ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാനും റാഹിലും അവിടെയൊക്കെ പോയി കയറിയൊക്കെ നോക്കിയിട്ടോ ഗൈസ്. നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വെയിൽ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് വെയിൽ ചെറുതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ ഗൈസ്. വെയിൽ ശരിക്കും ഒട്ടും ഫീൽ ചെയ്യില്ല കേട്ടോ. വെയിലുണ്ടായിരുന്നില്ല, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഗൈസ്. അപ്പം നമ്മൾ മൊത്തം ഒരു 1.25 മണിക്കൂർ സ്പെൻഡ് ചെയ്തു കേട്ടോ ഗൈസ് ഇവിടെ. 1.25 മണിക്കൂർ ഇവിടെ പുഴയിൽ കാലൊക്കെ ഇട്ടിരുന്ന് ഇങ്ങനെ വിശദമായി പീസ്ഫുൾ ഒക്കെ ആയി നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ ഗൈസ്. നിശബ്ദതൻ്റെ ഒരു രസമായിരുന്നു കേട്ടോ ഗൈസ്. ആരും സംസാരിക്കാതെ ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഗായ്സ്. ഇവിടെ പല്ലിയൊക്കെ ചിലക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. കുറേ നേരം കുറേ ഇടക്കിടക്ക് ഇങ്ങനെ ഈ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യണ റൂമിൽ ഇരുന്നിട്ട് കേട്ടോ ഗൈസ്. കുറച്ച് പല്ലി ഉണ്ട് തോന്നുന്നു ഇവിടെ ഗൈസ്. അങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗ്രൂപ്പ് ആക്കിയിട്ടാണ് കേട്ടോ ഗൈസ് പോയിന്റുകൾ ഇങ്ങനെ ഇട്ടുന്നത്. 2 പേരും ഒരു ഗ്രൂപ്പായിട്ട് ഗൈസ്. ഞാനും റാഹിലും പങ്കെടുത്തിട്ടില്ല ശരിക്കും. ഇനിയും കുറേ പേര് വരാനുണ്ട്. വലിയ ക്ലാസ്സിൽ ആകെ 3 പേരെ വന്നിട്ടുള്ളൂ ഗൈസ്. പിന്നെ ബിസ്ക്കറ്റൊക്കെ ഇടയിൽ നിന്ന് തരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒരു ആരോ റൂട്ട് അല്ല ഗുഡ് ഡേൻ്റെ ഒരു ബിസ്ക്കറ്റ് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ മുട്ടായി ഉണ്ട് ഗൈസ്. അങ്ങനെ ഇടയിൽ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, ചെറിയ കുട്ടികൾക്ക് ഈ ഇലനെ പറ്റി നന്നായിട്ട് അറിയണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കൂടുതൽ പോയിന്റ് മേടിച്ചത് ഈശ്വരും ഐഫും ആണ് കേട്ടോ ഗൈസ്. ആ നിശബ്ദതയുള്ള ഒരു സമയത്ത് നല്ല രസമായിരുന്നു. തവളൻ്റെ ശബ്ദവും പിന്നെ ഒരു കാക്കൻ്റെ ശബ്ദമൊക്കെ, ഒരു പ്രകൃതിൻ്റെ ഒരു സൗണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഗൈസ്. നല്ലൊരു രസമായിരുന്നു കേട്ടോ കേട്ടോണ്ടിരിക്കാൻ. സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇങ്ങനെ ആ സമയത്ത് ഒരാൾ മിണ്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട്
അതിങ്ങനെ കേട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇതാ ഗൈസ് നമ്മളിതാ പുഴയിൽ കാലിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ് എല്ലാവരും. ഞാൻ ഫസ്റ്റ് പുഴ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലേ ചാടാൻ പറ്റുന്നൊക്കെ വിചാരിച്ചു. പിന്നെ മനസ്സിലാണ് ചെക്ക് ഡാമാണ് ഗൈസ്. അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ ഒരുപാട് ഒഴുക്കുള്ള അവിടെ പോയില്ല, ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു വലിയ ചെക്ക് ഡാം ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ വലിയ ഒഴുക്കില്ല, എന്നാലും ചെറിയ ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കാലിട്ട് ഇരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒരാൾ ഫിഷിംഗ് ഒക്കെ ചെയ്യണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഗൈസ് ഇത് ഭാരതപ്പുഴയാണ് കേട്ടോ ഗൈസ്. ഞാൻ പിന്നെ ഈ സൗണ്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അടങ്ങാറാണെങ്കിൽ കമൻറ്റിൽ പറ കേട്ടോ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് മാറ്റാം. ഞാൻ കുറച്ചും കൂടി സൗണ്ടിൻ്റെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഞാൻ ഇപ്പോൾ എടുക്കുന്നത് നോമ്പ് എടുത്തിട്ടാട്ടോ പറയണത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ സൗണ്ടിന് പ്രശ്നം ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ കമൻറ്റിൽ അറിയിച്ചോളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ ബെറ്റർ ആക്കാൻ നോക്കാം കേട്ടോ ഗൈസ്. ഗൈസ് കുട്ടികൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ ഗൈസ്. വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. കുറേ മീനുകൾ ഉണ്ടായിരുന്നു. കാലിലൊന്നും കൊത്തിയില്ല, ബട്ട് കുറേ മീനുകളിനെ കണ്ടു കേട്ടോ ഗൈസ്. ഗൈസ് നമ്മുടെ സറൗണ്ടിങ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് ഭാരതപ്പുഴ എന്നാണ് കേട്ടോ ഇതിനെ അറിയപ്പെടുന്നത് ഗൈസ്. പിന്നെ ഇതാ നമുക്ക് മുട്ടായൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ ഒരു പുഴ. ഇവിടെ വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഇനി അവിടേക്ക് പോയാൽ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു തുടക്കം പോലെയാണ് ഗൈസ്. ഇല വെച്ചിട്ട് തൊപ്പി, മറ്റേ വാച്ച്, പിന്നെ എന്തായിരുന്നു കണ്ണാടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ നമ്മളെല്ലാവർക്കും ഓലയും കൊണ്ട് വാച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസീല ടീച്ചറാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തത്. അർസു കണ്ടോ നോക്കണത്, അർസാനിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ പിള്ളേരെ എല്ലാവരും കൂടി പറഞ്ഞത് ഇനി ഓരോ വട്ടം കൂടി പോകണം എന്നാണ് കേട്ടോ ഗൈസ്. ഇനി നോമ്പ് തുടങ്ങാൻ പോലെ പറ്റുമോന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാല്ലേ ഗൈസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മദ്രസയിൽ നിന്നോ അല്ലെങ്കിൽ മലർവാടിയിൽ നിന്നോ അങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ ഫീൽഡ് ട്രിപ്പ് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് പോണത് ഗൈസ്. നിങ്ങൾ ഏത് കൺട്രിക്കാണ് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയതെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂട്ടാൻ പോവല്ലേ. ഇപ്പം തന്നെ മാർച്ച് ഇന്ന് 9-ാം തീയതിയായി. അപ്പോൾ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത് 9 ഇന്ന് തന്നെ ഇടണമെന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ചോദിക്കണതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പോൾ വെക്കേഷനായിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടോ? അത് പറഞ്ഞാൽ എവിടേക്കൊക്കെയാണ് പോണത് ഗൈസ് ഒന്ന് അറിയിക്കട്ടോ ഗൈസ്. ഞങ്ങളിപ്പോൾ ഒന്നും വലുതായി പ്ലാൻ ചെയ്തിട്ടില്ല. എങ്ങോട്ടെങ്കിലൊക്കെ ഇൻ്റർനാഷണൽ പോകണമെന്ന് എനിക്കുണ്ട് കേട്ടോ ഗൈസ്. കാരണം ഇൻ്റർനാഷണൽ ഞാൻ ആകെ പോയത് സൗദി അറേബ്യക്കാണ്. അതൊരു 6 വയസ്സാകുമ്പോഴാട്ടോ പോയത്. അത് എനിക്ക് ആ സമയത്ത് നേരമാണെന്നൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ ഒരു പ്രായത്തിൽ അത് എനിക്ക് പറ്റിയില്ല. ഒന്നും കൂടി പോകണം എന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അർസും പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു വട്ടം കൂടി അത് പോകണം. ഉമ്രയ്ക്കായിരുന്നു കേട്ടോ ഗൈസ് അന്ന് പോയത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ബിസ്ക്കറ്റും മുട്ടായൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഗൈസ്. ഇപ്പോൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 ടൈപ്പ് ഉണ്ടായിരുന്നു അവിടെ. എന്താണ് കടയിൽ ഒരേ ടൈപ്പ് കിട്ടിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ 3 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒരു ഗ്രീൻ, ഒരു ചോക്ലേറ്റ്, പിന്നെ ഒരു ബ്ലൂ കളർ. അങ്ങനെ 3 മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. മുർഷിദ ടീച്ചർ ഞങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു 3-4 കഥ കുറച്ച് നേരം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. കുറച്ചധികം നേരം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് നമ്മൾ പ്രതിജ്ഞ അവസാനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇനി നമ്മൾ പ്രകൃതിനെ സംരക്ഷിക്കുന്നു, പ്ലാസ്റ്റിക് ഇടില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കുറേ പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് ഈ വീഡിയോൻ്റെ അവസാനം ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ ഇപ്പം മുർഷിദ ടീച്ചർ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. പ്രകൃതിനെ കുറിച്ചുള്ള കഥകളായിരുന്നു കേട്ടോ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. മൊത്തം 2-3 കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടുത്തെ മാങ്ങൻ്റെ ഒക്കെ ഇല കണ്ടില്ലേ ഗൈസ്. ഇത് മൂച്ചിയാണ് കേട്ടോ ഗൈസ്. ഇവിടുത്തെ സ്ഥലം അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഗൈസ്. ഇപ്പോഴാണ് പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. നമ്മൾ അവസാനമാണ് പ്രതിജ്ഞയൊക്കെ എടുത്തത് ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.